Hi all, welcome to today's class. In today's class, we are going to discuss about the topic quality of groundwater. We are following a textbook of K.R. Karanath for this session, and this is a book written by an Indian author. For studying quality of groundwater, we can use this as reference textbook. Because it is based on Indian context. So in quality of groundwater, what we have to study? നമ്മൾ ഓരോ ഗ്രൗണ്ട് വാട്ടർ അസസ്മെൻറ്റ് സ്റ്റഡീസിലും നമ്മൾ ക്വാളിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് അത് ഏത് പേർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പേർപ്പസ്, ഇൻഡസ്ട്രിയൽ പേർപ്പസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ യൂസബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. യൂസബിലിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ അവൈലബിൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ chemical, physical and bacteriological property. So in this chapter we are going to discuss more about these processes: chemical, physical and bacteriological property. ഈ ഒരു പറഞ്ഞ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമല്ല ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ pH ലെവലൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഫസ്റ്റ് വൺ ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി. വാട്ട് യു മീൻ ബൈ ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി? നമുക്കറിയാം, നമ്മളൊരു ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയാസും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസും പ്രസൻ്റ് ആയിരിക്കും. ബട്ട് അത് നമ്മളെ നേക്കഡായി വെച്ച് നമുക്ക് കാണാൻ പറ്റാത്തത്രയും സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയാസും ഒക്കെ കാണാം. പക്ഷെ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അത് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഓർഗാനിസംസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ തന്നെ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സം ഓഫ് ദ ബാക്ടീരിയ ആർ ഹാംലെസ് ബാക്ടീരിയാസും ഉണ്ട്, അതുപോലെ തന്നെ ഡിസീസ് കോസിങ് ബാക്ടീരിയാസും ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് പാത്തോജനിക് ബാക്ടീരിയ എന്നാണ്. അങ്ങനെ നമുക്ക് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഗ്രൗണ്ട് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹാംലെസ് ആയിട്ടുള്ള ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഗ്രൗണ്ട് വാട്ടറിൽ പ്രസൻ്റ് ആണ്. ഇനി നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യുക. An indirect index of presence of organic matter in groundwater is the biochemical oxygen demand. ഈ ഒരു ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ വേസ്റ്റ് ഓക്സിഡൈസ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ നമുക്ക് BOD ലെവൽ കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇവിടെ BODൻ്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക: ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിന് നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ ക്വാളിറ്റി. കെമിക്കൽ അനാലിസിസ് ഫോംസ് ദ ബേസിസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഇൻ റിലേഷൻ ടു സോഴ്സ്, ജിയോളജി, ക്ലൈമറ്റ് ആൻഡ് യൂസ്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ സിലബസിൽ ഹൈഡ്രോ ജിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കെമിക്കൽ ക്വാളിറ്റിയിലാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ജിയോ കെമിസ്ട്രീനെ പറ്റി പഠിക്കുന്നത്. ജിയോ കെമിസ്ട്രി ജസ്റ്റ് മീൻസ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഏതൊരു ടൈപ്പ് ഓഫ് സൊല്യൂട്ടും ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സലൻറ്റ് സോൾവൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് വാട്ടറിൽ എത്രത്തോളം സോളിഡ്സ് ഏതൊക്കെ അളവിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു കെമിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കെമിക്കൽ ക്വാളിറ്റി അനാലിസിസ് വെച്ചിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു കെമിക്കൽ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഓഫ് കെമിക്കൽ അനാലിസിസ് ഈസ് വെയ്റ്റ് മെത്തേഡ് ഓർ വെയ്റ്റ് വോളിയം മെത്തേഡ്. വെയ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ സൊല്യൂട്ടിൻ്റെയും അതുപോലെ തന്നെ സൊല്യൂഷൻ്റെയും വെയ്റ്റ് ഡിറ്റർമിൻ ചെയ്യും. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യണിലാണ്. 1 parts per million മീൻസ് മില്ലിഗ്രാം പെർ കിലോഗ്രാം. എത്ര മില്ലിഗ്രാം ഓഫ് സൊല്യൂട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് മില്ലിഗ്രാം പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സൊല്യൂഷൻ. ഈ ഒരു മെത്തേഡ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. വെയ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റ് വോളിയം മെത്തേഡ്. വെയ്റ്റ് മെത്തേഡ് എക്സ്പ്രസ് റിലേറ്റീവ് വെയ്റ്റ്സ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സൊല്യൂഷൻ ഇൻ പാർട്സ് പെർ മില്യൺ. 1 parts per million means milligram per kilogram or milligrams per liter per specific gravity of solution. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിവാലൻസ് മെത്തേഡാണ്. കെമിക്കൽ ഇക്വിവാലൻസ് മെത്തേഡ് മീൻസ് നമുക്കറിയാം ഒരു അയോൺസ് നമുക്ക് കൺസിഡർ ചെയ്താൽ അതിൽ കാറ്റയോൺസും ഉണ്ടാവും ആനിയോൺസും ഉണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ അയോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ കാറ്റയോൺസിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ആനിയോൺസിൻ്റെ വെയിറ്റും കൂടി ചേർന്നതാണ് അതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ വെയ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റ് വോളിയം മെത്തേഡിന് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസിലൊക്കെ നമുക്ക് മുന്നേ പറഞ്ഞ വെയ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റ് വോളിയം മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. ഒരു കൺവീനിയൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വലൻസ് മെത്തേഡാണ്. കെമിക്കൽ ഇക്വലൻസ് മെത്തേഡിൽ നമ്മൾ ഇക്വലൻറ്റ് വെയ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അയോണിൻ്റെ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലർ വെയ്റ്റ് ഡിവൈഡഡ് ബൈ വാലൻസി. The equivalent weight of an ion equal its atomic or molecular weight divided by its valency. ഈ ഒരു കെമിക്കൽ ഇക്വലൻസ് മെത്തേഡിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത ഡാറ്റ EPM എന്ന് പറയുന്ന യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. EPM മീൻസ് മില്ലിഗ്രാം ഇക്വലൻസ് പെർ കിലോഗ്രാം അല്ലെങ്കിൽ മില്ലിഗ്രാം ഇക്വലൻസ് പെർ ലിറ്റർ. നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസിലൊക്കെ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസിങ് മെത്തേഡിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻസ് one equivalent weight of a cation will combine with one equivalent weight of anion, the sum of cation should be equal to sum of anion when these are expressed in EMP. നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻസിൽ ആനിയോൺസിൻ്റെ എണ്ണം എത്രയാണോ അതേ അളവിൽ തന്നെയാണ് കാറ്റിയോൺസും വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിലേഷൻ ബാലൻസ്ഡ് കണ്ടീഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കെമിക്കൽ ഇക്വലൻസ് മെത്തേഡിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് EPM എന്ന് പറയുന്ന യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ജസ്റ്റ് കാറ്റിയോൺസിൻ്റെ ആനിയോൺസിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റിയോൺസിന് എക്സാമ്പിൾ കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം. അതിൻ്റെ ആനിയോൺസ് ആണെങ്കിൽ കാർബണേറ്റ്, ബൈകാർബണേറ്റ്, സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്. ഇത്രയൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ കെമിക്കൽ ക്വാളിറ്റി അതൊക്കെ റിപ്പോർട്ടിംഗ് കെമിക്കൽ അനാലിസിസിൽ വരുന്ന 2 മെത്തേഡ്സാണ് വെയ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റ് വോളിയം മെത്തേഡ്, നെക്സ്റ്റ് കെമിക്കൽ ഇക്വലൻസ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ കുറേയധികം എലമെൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് സിലിക്ക. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് നോക്കാം. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഗ്രൗണ്ട് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സിലിക്ക, അയൺ, പിന്നെ വരുന്നത് മാംഗനീസ്, കാൽഷ്യം, മഗ്നീഷ്യം,
അതുപോലെ തന്നെ കാർബണേറ്റ്, ബൈകാർബണേറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്ലോറൈഡ്, നൈട്രേറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഡിസോൾവ്ഡ് കോൺസ്റ്റൻസ് ഇൻ ഗ്രൗണ്ട് വാട്ടർ: സിലിക്ക, അയൺ, മെഗ്നീഷ്യം, മാംഗനീസ്, ക്ലോറിൻ, നൈട്രേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ കോമൺ ആയിട്ടുള്ള പ്രസൻസ് ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ടോട്ടൽ ഹാർഡ്നെസ്. നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ടോട്ടൽ ഹാർഡ്നെസ് ഡിനോട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഇൻ വാട്ടർ. നമ്മളിവിടെ ഗ്രൗണ്ട് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കുറേ കോൺസ്റ്റൻസിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. സിലിക്കയുണ്ട്, അതുപോലെ തന്നെ മാംഗനീസ്, മെഗ്നീഷ്യം, നൈട്രേറ്റ്, ക്ലോറൈഡ്, അയൺ, ഇങ്ങനെ കുറേ കോൺസ്റ്റൻസ് ഉണ്ട്. അപ്പം ഒരു ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ എമൗണ്ട് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം കണ്ടൻറ്റ് ഇൻ വാട്ടർ. എത്രത്തോളം കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആ ഒരു ഗ്രൗണ്ട് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു യൂസബിലിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹാർഡ്നെസ്സിൻ്റെ വാല്യൂവിനനുസരിച്ചാണ് നമ്മളത് ഡൊമസ്റ്റിക് ആണോ, ഡ്രിങ്കിങ് ആണോ, ഇൻഡസ്ട്രിയൽ സപ്ലൈസിനാണോ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി TDS, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. The concentration of dissolved matter in water is given by the weight of material on evaporation of water to dryness followed by heating for 1 hour at 180 degree Celsius. In the process of drying and heating, some of the dissolved matter may dissociate, decompose or volatilize with the escape of gases. Conversion of bicarbonate to carbonate due to the loss of carbon dioxide and water is an invariable effect of evaporation. യൂഷ്വലി നമ്മുടെ TDS വാല്യൂ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് 20 ppm to 20 ppm സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഹൈ റെയിൻഫോൾ ഉള്ള ഏരിയാസിലാണെങ്കിൽ അത് 1 lakh ppm അടുത്തായിരിക്കും. കൂടുതലായിട്ട് TDSും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്പെസിഫിക് ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ pH, അതിൻ്റെ ടെമ്പറേച്ചർ സ്കെയിലൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.